സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. 33,000 കോടിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അത് 6,000 കോടിയായി. അത് മാത്രം 27,000 കോടിയായി കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ ബാക്കികൾ വരുമ്പോൾ ശരി. ഇത് പൊളിറ്റിക്കലാണോ? ഇത് പൊളിറ്റിക്കലാണെന്ന് പറയേണ്ടി വരും. 2.5 ലക്ഷം കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് തരാനുള്ളത് രാഷ്ട്രീയമായും സംസ്ഥാനങ്ങളുടെ വിയോജനത്തിൻ്റെ ഭാഗമായി തന്നിട്ടില്ല. സംസ്ഥാന ഖജനാവിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് കിഫ്ബിയുടെ ആ മോഡൽ മാറി ഇത് മൊത്തം കൊടുക്കേണ്ടി വന്നു. ഭിക്ഷാപാത്രമായിട്ടൊന്നുമല്ല, കിട്ടാനുള്ളത് പിടിച്ചു കാണിക്കേണ്ടതാണ്. ഞങ്ങളല്ലായിരുന്നു വരുന്നതെങ്കിൽ ഈ ശമ്പള പരിഷ്കരണം കൊടുക്കുമോ? എന്ത് ആയാലും വയനാടിൽ നമ്മൾ ഈ പുനർനിർമ്മാണം നടത്തും. 750 കോടി രൂപ അതിന് വകയിരുത്തും. ഈ ഇടതുപക്ഷ സ്വഭാവമില്ല, ഉപ്പിന് ഉപ്പില്ല എന്ന് പറയുന്ന ധനമന്ത്രി പദവി എന്നുള്ളൊരു മുൾക്കിരീടമാണോ? ധനമന്ത്രി പദവി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ക്യാപ്റ്റനുണ്ട്, ബാക്കിയെല്ലാം വൈസ് ക്യാപ്റ്റന്മാരാണ്. കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക വിഷയങ്ങളിൽ അനുകൂല നിലപാടുകൾ ഉണ്ടാകാതിരുന്നിട്ടും മികച്ച ധനമാനേജ്മെൻറ്റിലൂടെ കേരള സർക്കാരിനെ സംരക്ഷിച്ചു നിർത്തുന്ന കേരളത്തിൻ്റെ മികച്ച ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ KN ബാലഗോപാൽ. നമസ്കാരം. ഇപ്പം സംസ്ഥാന സർക്കാർ 4 വർഷം പിന്നിടുകയാണ്. പ്രത്യേകിച്ചും പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വർഷം ഇപ്പം ആഘോഷിക്കുകയാണ്. ഇനി അവസാന വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഈ ടൈമിൽ സർക്കാരിൻ്റെ ഖജനാവിൽ കാശുണ്ടോ? സർക്കാരിൻ്റെ ഖജനാവിൽ നിത്യനിദാന ചെലവിനുള്ള കാര്യങ്ങൾ വരുന്നത് പോലും ഓരോ വർഷമല്ലേ, ടാക്സ് ഓരോ മാസവും, അങ്ങനെയാണ്. ഒരുമിച്ച് പണം കൂട്ടി വെക്കുക എന്ന് പറയുന്നതല്ല. വലിയ തോതിൽ ഇവിടെ രാജേഷ് ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് കിട്ടേണ്ട പണം വലിയ തോതിൽ കിട്ടിയിട്ടില്ല, കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പിടുത്തവും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യവും തടസ്സപ്പെടാതെയും സാധാരണ ജനങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, ശമ്പളം, അലോൺസുകൾ, പ്രത്യേക ഓരോ മേഖലയിലുള്ള കാര്യങ്ങൾ, ക്ഷേമ പദ്ധതികളെന്ന് പറഞ്ഞാൽ ആശുപത്രി, പെൻഷൻ, പിന്നെ പൊതുവിതരണം, ഇതിനുള്ള പണമെല്ലാം കണ്ടെത്തുകയും അത് മാത്രം പോരാ കേരളത്തിന് ഭാവിക്ക്. ഇത് ദൈനംദിനം ഭക്ഷണം കഴിച്ച് ജീവിച്ചാൽ പോരാലോ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ജോലി കിട്ടണം, കൂടുതൽ സാധ്യത വേണം, ഈ പുതിയ കാലമനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യം വേണം. അതിനായിട്ട് നാഷണൽ ഹൈവേയും റോഡുകളും എല്ലാം വികസിപ്പിക്കാനുള്ള പണം, ഫാക്ടറികൾ വരാനുള്ള പണം, ഏറ്റവും സർവോപരി വിഴിഞ്ഞം പദ്ധതി പോലെ ഇത്രയും ക്യാപിറ്റൽ ഇൻറ്റൻസീവായ വളരെ മൂലധന നിക്ഷേപമുള്ളൊരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് ഒറ്റയ്ക്ക് പണം മുടക്കി ഏറ്റെടുത്തു. അതും ഈ ഘട്ടത്തിലാണ്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യവും നടപ്പിലായതും ഈ ഘട്ടത്തിലാണ്. അതെല്ലാം ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ കിട്ടാനുള്ള പണത്തിൻ്റെ തുക പറഞ്ഞാൽ നിങ്ങൾ തന്നെ അമ്പരക്കും. അത്രയ്ക്കും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് ഏകദേശം 50,000 കോടിയെങ്കിലും ഒരു വർഷം. നമുക്ക് തൊട്ട് മുമ്പത്തെ 5 വർഷക്കാലം, അതിനു മുമ്പത്തെ 10-15 വർഷക്കാലം കിട്ടുന്ന റേറ്റിൽ നോക്കിയാൽ ഒരു വർഷം 50,000 കോടിയിലധികം കുറയുന്നുണ്ട്. ഞാൻ ധനകാര്യമന്ത്രിയായ വർഷം ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, GST കോമ്പൻസേഷൻ, GST വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടം, ഇതൊക്കെ 33,000 കോടിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അത് 6,000 കോടിയായി. അത് മാത്രം 27,000 കോടിയായി കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ ബാക്കികൾ വരുമ്പോൾ ശരിയാവും. ഇത് പൊളിറ്റിക്കലാണോ? ഇത് പൊളിറ്റിക്കലാണെന്ന് പറയേണ്ടി വരും. പൊളിറ്റിക്കൽ മീൻസ് കുറേ കാര്യങ്ങൾ പൊളിറ്റിക്കൽ തന്നെയാണ്. കാരണം മറ്റ് പല സ്റ്റേറ്റിനും കിട്ടുന്ന ആ സഹായം ചില പ്രത്യേക കേസുകളിൽ പിന്തുണ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട് ദുരന്തം ഒന്നും കിട്ടിയില്ലല്ലോ, പ്രത്യേക പാക്കേജ് ഇല്ല. നമ്മൾ പക്ഷേ എന്തായാലും ബഡ്ജറ്റിൽ ഞാൻ ആദ്യത്തെ പാരഗ്രാഫുകളിൽ പറഞ്ഞാണ്, എന്ത് ആയാലും വയനാടിൽ നമ്മൾ ഈ പുനർനിർമ്മാണം നടത്തും, 750 കോടി രൂപ അതിന് വകയിരുത്തുന്നു എന്ന് പറയുന്നത് നമുക്കത് ചെയ്യണം, ചെയ്യാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല വയനാട്ടിൽ ഇപ്പോൾ ഒരുപാട് കാര്യം, ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു ഡെപ്പോസിറ്റ് അല്ലേ, അങ്ങനെ ഒരു സംഭവം ചെയ്തു, ഡെയിലി 300 രൂപ. അതെ, പക്ഷേ അത്തരം ചെയ്ത കാര്യങ്ങൾ പോലും വ്യക്തമായി വെളിയിൽ അത്രമാത്രം വന്നിട്ടില്ല. അത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലായിടത്തും നേരിടുന്ന ഒരു കാര്യമാണ്, ഞാൻ അനുഭവിക്കുന്നൊരു കാര്യമാണ്. ഈ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഇത്രയും കിട്ടുന്നു എന്നുള്ളതിന് ഒരു അത്ഭുതം തോന്നുന്നില്ല. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുക. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഒക്കെ ഒരു പൊതു സമീപനം, കാര്യങ്ങൾ ചെയ്യുക. മുഖ്യമന്ത്രി കാര്യങ്ങൾ ചെയ്തിങ്ങനെ പോവുക, പ്രചരണം അതിൻ്റെ പിന്നാലെയാണല്ലോ. അല്ലാതെ ഞങ്ങളിങ്ങനെ ചെയ്യുന്നു എന്ന് കൊട്ടിഘോഷിക്കലില്ല. ഇവരെല്ലാം ഈ പ്രതിപക്ഷം എപ്പോഴും പറയുന്നുണ്ട് ഭയങ്കര PR ആണ്. വാസ്തവത്തിൽ രാജേഷ് പറഞ്ഞ പോലെ PR വളരെ കുറവാണ്.
ഇപ്പോൾ പത്രങ്ങൾക്ക് കാശ് കൊടുത്തെന്ന് വരെ കഴിഞ്ഞ ദിവസം അതെ, പത്രങ്ങൾക്ക് പണം കൊടുക്കാനുള്ളത് കുറച്ച് കൊടുക്കാൻ ഞാൻ ബഡ്ജറ്റിൽ പണം വെച്ചിരുന്നു. കാരണം പത്രങ്ങൾക്ക് പിന്നെ പത്രങ്ങളും അവരുടെ പണവും സമയത്ത് കിട്ടണമല്ലോ. ആ കൊടുക്കുന്നതല്ലാതെ പരസ്യങ്ങൾ സാധാരണഗതി കൊടുക്കേണ്ടി വരും. ഇതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുമോ? ഈ വയനാടിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നപ്പം അത് എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു പ്രത്യേക പാക്കേജ് വയനാടിന് കിട്ടും. പക്ഷേ അത് കിട്ടിയില്ലെങ്കിലും ഞാൻ നോക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് അവിടുത്തെ ആ കേന്ദ്ര സഹായം ഇല്ലാതിരുന്നിട്ടും അവിടെ ഒരു മുടക്കവും ഒരു കാര്യത്തിനും വരുത്തിയില്ലെന്നുള്ളതാണ്. അതാണ്. പക്ഷേ അതൊരു ഞാണിന്മേൽ കളിയല്ലായിരുന്നു. ഞാണിന്മേൽ കളിയാണ്. ആ 750 കോടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ലല്ലോ. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത്ര ആൾക്ക് ലോകം മുഴുവൻ ശ്രദ്ധിച്ചൊരു ദുരന്തം ഉണ്ടായിട്ട് അവരുടെ കാര്യത്തിനകത്ത് നമുക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അതിന് സാങ്കേതികമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, നിയമപരമായ ബുദ്ധിമുട്ടുണ്ടായി. ഭൂമി എടുക്കുന്നതിന് ഇപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് അഡ്വാൻസായി കുറേ പണമൊക്കെ കെട്ടിവെക്കേണ്ടി വന്നു. എന്നിട്ടും അത് മുന്നോട്ട് പോവാണ്. റെക്കോർഡ് സമയത്തിനകത്ത് ഈ വർഷം, ഈ ധനകാര്യ വർഷം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഗവൺമെൻറ് ഒരു ആത്മാർത്ഥമായ ആഗ്രഹമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ആളുകൾ എത്ര കാലം പുറത്ത് താമസിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് പേപ്പർ വന്ന് മറ്റേത് വന്ന് സമയമെടുക്കും. ഇപ്പോഴാണെങ്കിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോലും ജനങ്ങൾക്ക് അസ്തമിച്ചിരിക്കുകയാണ്. അപ്പം പ്രധാനമന്ത്രി അവിടെ വന്നു, അദ്ദേഹം ഈ കാര്യങ്ങളിലെല്ലാം നല്ലതുപോലെ ഇടപെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഏറ്റവും ഒടുവിൽ ഞാൻ പ്രതീക്ഷിച്ചത് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ആഗ്രഹം കൊണ്ടായിരിക്കാം, കിട്ടേണ്ട കേരളത്തിന് എലിജിബിൾ ആയതുകൊണ്ടായിരിക്കും, വിഴിഞ്ഞം പദ്ധതി അദ്ദേഹമാണ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. സംസ്ഥാന ഗവൺമെൻറ് ഒരു പദ്ധതിയാണ് വാസ്തവത്തിൽ അത് ടോട്ടലി. എന്നാലും അദ്ദേഹമാണത് രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ. കാരണം ഇൻ്റർനാഷണലായ വലിയൊരു പ്രൊജക്റ്റാണ്, പണം മുടക്കിയത് കൂടുതൽ നമ്മൾ. അപ്പോൾ അതിനെ കുറച്ച് VGF എന്ന് പറയുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തരാം എന്ന് പറഞ്ഞിരുന്നു. അത് തരുന്നത് ഇപ്പോൾ കടമായിട്ടാണ് തരുന്നത്, വലിയ തോതിൽ തിരിച്ചടയ്ക്കുന്നൊരു കടമായിട്ടാണ് തരുന്നത്. ഇതുവരെ ഒറ്റ പ്രൊജക്റ്റിന് VGF എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വയബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് അതിനൊരു ഫണ്ടിങ് ആണ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എ ടൈപ്പ് ഓഫ് ഗ്രാൻറ്റ് ഫോർ സപ്പോർട്ടിങ് ദി പർട്ടിക്കുലർ പ്രോജക്റ്റ്. അത് തന്നില്ലായിരുന്നു. അപ്പോൾ അത് അനൗൺസ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതിന് കുറച്ച് ഗ്രാൻഡ് അനൗൺസ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ചു വയനാടിനുള്ള ഒരു പാക്കേജ് അത്രയെങ്കിലും താമസിച്ചിട്ടാണെങ്കിലും പറയും. ഇതൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാലും അത് നോക്കിയിട്ട് അത് കഴിഞ്ഞ് ചെയ്യാനിരുന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കുമെന്ന് വിശ്വസിച്ച അപൂർവം ആളുകളേ ഉള്ളൂ. കേരള കൗമുദി ആദ്യം മുതലേ അക്കാര്യത്തിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഞാൻ തന്നെ എത്രയോ സെമിനാർ പിന്നെ കേരള കൗമുദി സംഘടിപ്പിച്ചതിനകത്തുണ്ട്. നേരത്തെ ഞങ്ങളൊക്കെ യുവജന സംഘടനാ പ്രവർത്തകരായിരിക്കുമ്പോൾ ധാരാളം സമരം നടത്തിയിട്ടുണ്ട്. അന്ന് മുതലേ കേരള കൗമുദി ക്യാമ്പയിൻ നടത്തുന്ന സമയത്തും പങ്കെടുത്ത ഒരാളാണ്. ഈ 4 വർഷം കൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ നടന്നത്, ഇത്രയും ഫാസ്റ്റായിട്ട് വന്നത്. അല്ല, കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അഭിമാന സ്തംഭമായി മാറി വിഴിഞ്ഞം പദ്ധതി. കേരളത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിലും അതിൻ്റെ പ്രയോജനമുണ്ട്. ഭാവി കേരളത്തിനെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സിമ്പലുകളിലൊന്ന്, ഗ്രോത്ത് എഞ്ചിനുകളിലൊന്ന് വിഴിഞ്ഞമാണ്. ഈ വിഴിഞ്ഞം ഈ പദ്ധതി യാഥാർത്ഥ്യമായതുകൊണ്ട് അതിൽ നിന്നൊരു വരുമാനം ഗവൺമെന്റിന് കിട്ടുമല്ലോ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ നിന്ന് വരുമാനം വരും. പക്ഷേ ആ വരുമാനമൊക്കെ ഉണ്ടായി വരണമെങ്കിൽ 5-10 വർഷം കഴിയില്ലേ. കാരണം പദ്ധതി ആസിറ്റീസ് ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ ചെറിയൊരു ടാക്സ് പെർസെൻറ്റേജ് വരത്തുള്ളൂ. കാരണം സർവീസ് ടാക്സ് ഒക്കെ വരും, കുറച്ച് വരും. യഥാർത്ഥത്തിൽ അതിൽ നിന്ന് വരേണ്ടത് എന്താ, ഈ ചുറ്റുപാട് കേരളം മുഴുവനും ഈ പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്കണോമി ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ പ്രൊഡക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം എന്നുവെച്ചാൽ ഒരു പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരുമെന്നുള്ളത് ലോകത്തെ വലിയ പോർട്ടുകൾ നോക്കിയാലേ അറിയുള്ളൂ. അതിൻ്റെ ചുറ്റുപാടും വലിയ വലിയ ടൗൺഷിപ്പുകൾ വരും, ഇൻഡസ്ട്രികൾ വരും, സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ട്. അതെ, സിറ്റി മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും 10-12 മണിക്കൂർ കൊണ്ട് കണ്ടെയ്നർ വിഴിഞ്ഞത്തെത്താം. ഇപ്പോഴാണെങ്കിൽ കൊച്ചിയിൽ നിന്നൊരു കണ്ടെയ്നർ കയറ്റി അയച്ചാൽ അത് സിംഗപ്പൂരിലോ ദുബായിലോ പോയി വേറൊരു കപ്പലെ കയറണം. ബോംബെയിൽ നിന്നും പൂനെയിൽ നിന്നും ഒക്കെ കയറ്റി വയ്ക്കുന്ന സാധനങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി റീലോഡ് ചെയ്തിട്ട് വലിയ മദർഷിപ്പിൽ കയറത്തുള്ളൂ. 1 മാസം അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ എടുക്കും. ഇത് നമ്മുടെ മറൈൻ ഉൽപ്പന്നങ്ങളായാലും അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളായാലും ഇനി പുതുതായി സ്ഥാപിക്കപ്പെടാവുന്ന വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങളായാലും എല്ലാം കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും എടുത്തോ, കേരളമായാലും അങ്ങപ്പുറത്ത് തമിഴ്നാടിൻ്റെ സൈഡായാലും എവിടുന്നായാലും കേരളത്തെ സംബന്ധിച്ച് 10-12 മണിക്കൂർ നാഷണൽ പുതിയ റോഡ്, മലയോര ഹൈവേ എല്ലാം ഓടി വന്നാൽ നേരെ കണ്ടെയ്നർ കയറാം. ഒരു 2-3 ആഴ്ചയെങ്കിലും 2 ആഴ്ചയെങ്കിലും ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റിൽ വിഴിഞ്ഞം വന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ലാഭമുണ്ട്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് അതിനേക്കാളും ലാഭമുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ദീർഘഭാവിക്ക് ഏറ്റവും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാസർഗോഡ് വരെയും വ്യത്യസ്തമായ പല സ്ഥാപനങ്ങളും വരാൻ ഈ വിഴിഞ്ഞം കാരണമാകും. വിഴിഞ്ഞം ട്രിവാൻഡ്രവും ചുറ്റുപാടുമുള്ള ഒരു വലിയ ഡെവലപ്മെൻ്റ് ആയിരിക്കും. തിരുവനന്തപുരവും കൊല്ലവും പിന്നെ പത്തനംതിട്ടയുടെ ഈ ഭാഗവും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഭാഗമായിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മുഴുവൻ ഒരു വലിയ പിന്നെ ഡെവലപ്മെൻറ്റ് സോണായി മാറും. പക്ഷേ അവിടെ മാത്രമല്ല, കേരളം മുഴുവൻ
ഇപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പല പ്രൊഡക്ഷൻ സെൻറ്ററും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ധനഞെരുക്കത്തിൽ നിന്ന് ഒരു ടേക്ക് ഓഫിലേക്ക് കേരളം കടക്കുകയാണെന്ന്. ആ ഒരു ധനഞെരുക്കത്തിൻ്റെ കാലം കഴിഞ്ഞോ? ഈ ധനഞെരുക്കത്തിൽ നിന്നും അല്പം കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അർഹമായ നികുതി വിഹിതം കിട്ടാതിരുന്നാൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 3 വർഷം, അതായത് 2021-22 നമ്മുടെ ഗവൺമെൻറ് വന്നത്, ഞങ്ങൾ ചുമതല ഏറ്റെടുത്തത്. ആ വർഷവും അതിനടുത്ത വർഷവും 3ാമത്തെ വർഷവും ഞങ്ങൾക്ക് ഒരു വർഷം പരമാവധി ചിലവാക്കാൻ പറ്റിയത് 1,60,000 കോടിയാണ്. അവിടെ നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും വരുമാനം വർദ്ധിക്കുന്നുണ്ട്. സത്യത്തിൽ 20-23% വരെയൊക്കെ ഇൻകം വർദ്ധിച്ച വർഷങ്ങളാണ് ആദ്യത്തെ വർഷങ്ങൾ. കോവിഡ് കഴിഞ്ഞുള്ള താഴ്ചയെന്നൊരു കുതിപ്പുണ്ടായിരുന്നു. പക്ഷേ ഓരോ വർഷവും നമ്മുടെ പണം അവിടുന്ന് തന്നോണ്ടിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 19,000 കോടിയായിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. അത് നേരെ സീറോ ആയി. ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ഈ GST വന്നപ്പോൾ നമുക്ക് വലിയ നഷ്ടം വന്നു. നമ്മുടെ ടാക്സിൻ്റെ അവകാശങ്ങളെല്ലാം പോയി. കേന്ദ്രമാണ് ഇപ്പോൾ ടാക്സ് പിരിക്കുന്നത്, നമുക്കൊരു പങ്ക് തരുന്നേ ഉള്ളൂ. അത് നേരത്തെ കിട്ടിയതുപോലെ നമുക്ക് കിട്ടുന്നില്ല. ആ നഷ്ടം ശരാശരി 12,000 കോടി ഒരു വർഷം ഉണ്ടായിരുന്നു വരുന്ന സമയത്ത്. അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ 1-2 വർഷവും ഇത് ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷവും അത് നേരെ സീറോ ആയി. ഇത് രണ്ടും മാത്രം. 5%, 4% വരെ ബോറോയിങ് എടുക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അത് 3%-ലേക്ക് എന്ന് പറഞ്ഞാൽ 1% എന്ന് പറഞ്ഞാൽ ഏകദേശം 14,000-13,000 കോടി വരും. അത് നേരെ കുറച്ചു. ഇത് കൂടാതെ കിഫ്ബി എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പൊതുവായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താൻ ഉപയോഗിച്ച ഒരു വലിയ സംവിധാനം. അതുവഴി ദീർഘകാലത്തേക്ക് ലോൺ എടുക്കുന്നു, ദീർഘകാലം കൊണ്ട് തിരിച്ചടയ്ക്കുന്നു. ഇത് സംസ്ഥാന സർക്കാർ ഒരുമിച്ച് ഇപ്പം നിങ്ങൾ വീട് പണിയാണെങ്കിൽ ഒരു വർഷത്തെ ശമ്പളം കൊണ്ട് വീട് പണിയാൻ പറ്റുമോ? അല്ല. 15 വർഷത്തേക്കാണല്ലോ ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ 20 വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നത്. ആദ്യമേ ഒരുമിച്ച് തുക എടുക്കും, എന്നിട്ട് 15 വർഷം കൊണ്ട് അടച്ചു തീർക്കും. അല്ലാതെ ഞാൻ ഓരോ വർഷവും ഒരു മുറി പണിയാം എന്ന് പറഞ്ഞല്ലല്ലോ പണിയാൻ പോകുന്നത്. ഇതാണ് വാസ്തവത്തിൽ കിഫ്ബിയുടെ അണ്ടർസ്റ്റാൻഡിങ്. അതിൻ്റെ ഒരു വരുമാനം വഴി ചെയ്യാം. പക്ഷേ അതിന് ലോൺ എടുത്തു. 50,000 കോടിയുടെ പ്രൊജക്റ്റാണ് ഒന്നാം പിണറായി സർക്കാർ പറഞ്ഞത്. ഇപ്പോൾ അത് ഏകദേശം 1,00,000 കോടി വരെ, 90,000 കോടി വരും. ഈ പണം ആദ്യം എടുത്തു കുറേ അന്ന് എടുത്ത ലോണുണ്ട്. ആ ലോണുകൾ മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബോറോയിങ് വരുന്നതല്ല. എന്നാൽ ഞങ്ങൾ ഈ രണ്ടാം ഗവൺമെൻറ് വന്നതിന് ശേഷം അതിഥിപ്പെടുത്തി. ഇപ്പോൾ 4,710 കോടി ഈ വർഷം പോകും. ഏകദേശം 12,000 കോടി രൂപ കിഫ്ബിയുടെ പേരിൽ ഒരു വർഷം വെട്ടിക്കുറയ്ക്കും. കേരളത്തെ ഒരുമാതിരി വളഞ്ഞിട്ടാണ് ലൈനാണ്. പിന്നെ പെൻഷൻ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ ഉണ്ടാക്കിയായിരുന്നു, സാമൂഹ്യക്ഷേമ പെൻഷൻ. ഏകദേശം 33,000 കോടി രൂപയോളം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം അതിൻ്റെ ബാധ്യതയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ആ വർഷം എടുത്ത് അതും നമ്മുടെ കടപരിധി പെടുത്തുന്നുണ്ട്. അതിനകത്തിപ്പം 20,000 കോടി രൂപയിലധികം കൊടുത്ത് തീർത്തു ഈ സമയം കൊണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരികയും അതിനൊപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് തന്നുകൊണ്ടിരുന്ന ടാക്സ് പൂളിൽ, ഡിവിസി പൂളിൽ 3.8% ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് 2.5% ആയിട്ട് ലാസ്റ്റ് 14 ഫിനാൻസ് കമ്മീഷൻ കുറഞ്ഞു. 15th ഫിനാൻസ് കമ്മീഷൻ വന്നപ്പോൾ അത് 1.92 ആയി. ഈ ചെറിയ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 10,000 കോടിയുടെ വ്യത്യാസം വരും കേട്ടോ. എന്നിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് കിട്ടാനുള്ളതെല്ലാം നൽകാനുള്ളതെല്ലാം അങ്ങനെ അവർ പറയുന്ന ഈ നിയമം അനുസരിച്ച് അവരുണ്ടാക്കുന്ന നിയമം, അവർ പറയുന്ന കാര്യം. ഞാൻ അവരെ ഒരിക്കലും വ്യക്തിപരമായ ഒരാളോടെയും ഇത്തരം കാര്യത്തിൽ കൺഫ്രണ്ടേഷൻ പോകുന്നില്ല. അത് പൊളിറ്റിക്സ്, BJP ഗവൺമെൻറ് പൊളിറ്റിക്സ് ആണ്. കോടതിയെ ഞങ്ങൾ സമീപിച്ചു. അവിടെയും വ്യക്തിപരമായിട്ട് ഉള്ള വിരോധം ഒന്നുമില്ല. വ്യക്തിപരമായിട്ട് എന്താ, പക്ഷേ ഇത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നതാണ്. ഒരു കാര്യം, ടാക്സിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് തമിഴ്നാടിന്, കർണാടകയ്ക്കൊക്കെ, ആന്ധ്രയ്ക്ക്, തെലുങ്കാനയ്ക്കൊക്കെ കുറഞ്ഞു. കാരണം നമ്മുടെ ഗ്രോത്ത് പൊതുവെ കൂടുതലാണ്. നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ട് നമുക്ക് നല്ലപോലെ. അപ്പോൾ ജനസംഖ്യ അനുസരിച്ച് നമ്മുടെ കുറയും. രണ്ടാമത്തെ കാര്യം, നമുക്ക് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നല്ല മെച്ചമുണ്ട്. സാക്ഷരതയ്ക്ക് ഇനി പണം വേണം. ശുചിമുറികൾക്ക് പണം തരാം. നമുക്കെവിടെ ശുചിമുറി ഇല്ലാത്ത? നമുക്ക് ആശുപത്രിക്ക്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന സൗകര്യത്തിലായിരുന്നു. നമുക്കിവിടെ ഇപ്പോൾ നമ്മുടെ ഹാർട്ട് ഓപ്പറേഷൻ വരെ കരുണ്യയിൽ എല്ലാ സാധനവും സൗജന്യമായി കൊടുക്കുകയും സ്റ്റെൻറ്റിൻ്റെ കാര്യത്തിൽ 2 ദിവസം താമസിച്ച വാർത്തയാണ്. കേരളത്തിൽ ഇപ്പോൾ സ്റ്റെൻറ്റ് കിട്ടുന്നില്ല, ഒരാഴ്ച താമസിച്ചു, മെഡിക്കൽ കോർപ്പറേഷന് പൈസ കിട്ടി. അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതുകൊണ്ട് അതിനുള്ള ആനുകൂല്യം കിട്ടുന്നതിന് അതൊരു തടസ്സമായി. അല്ല, ഞങ്ങൾ ഈ സ്ഥിതിയെല്ലാം മെച്ചപ്പെട്ടുകൊണ്ട് അവർ അതിനുള്ള ഫണ്ടും തരുന്നില്ല. ശരിക്കും നമ്മുടെ ഇഷ്യൂ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ ഇന്ത്യയിലെ ഒരു വളരെ അപൂർവം സ്ഥലത്ത് മാത്രം ഉള്ള ഒരു ബാധകമായ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഈ വരുമാനത്തിനകത്തും വലിയ വെട്ടിക്കുറവ് വന്നു. ഈ പ്രതിസന്ധിക്കിടയിൽ എങ്ങനെ ധനഞ്ഞെരുക്കം കുറഞ്ഞെന്ന് പറഞ്ഞു? ഈ പ്രതിസന്ധിക്കിടയിൽ ധനഞ്ഞെരുക്കം കുറഞ്ഞെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് 50,000 കോടി രൂപയിലധികം ഒരു വർഷം കുറയുന്നുണ്ട്. പക്ഷേ നമുക്ക് 47,000 കോടിയായിരുന്നു നമ്മുടെ ടാക്സ് റവന്യൂ നമ്മുടെ തനത് നികുതി വരുമാനം എന്ന് പറയും.
അതായത് പിന്നെ നമ്മുടെ വിഹിതം GST നിന്ന് കിട്ടുന്നത്, പെട്രോളിൻ്റെ ടാക്സ്, ഡീസലിൻ്റെ ടാക്സ്, മദ്യത്തിന് ഇങ്ങനെയൊക്കെയുള്ള ടാക്സ് 47,000 കോടി. നോൺ ടാക്സ് എന്ന് പറഞ്ഞാൽ മറ്റു കുറേ ചെറിയ ചെറിയ വരുമാനം, അത് കൂടെ ചേർത്ത് നമുക്ക് 54,000 കോടി ഉണ്ടായിരുന്നുള്ളൂ കോവിഡ് കഴിഞ്ഞ ലാസ്റ്റ് വർഷം. ഞങ്ങൾ ചുമതല എടുക്കുന്ന 21 മാർച്ച് വരെ. 21-22 മുതൽ കുറച്ച് എക്കണോമിയിൽ ഒരു ബൂം വന്നു തുടങ്ങിയില്ല, കാരണം കോവിഡിൻ്റെ ശേഷമുള്ള. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വർഷം നോക്കിയാൽ 95,000 കോടിയോളം രൂപ, ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 95,000 കോടി രൂപ ടാക്സും നോൺ ടാക്സ് റവന്യൂ ആയിട്ട് വന്നു. 54,000 വരുമാനം കൂടി. 54,000 കോടിയിൽ നിന്നും ടോട്ടൽ 54,000 കോടിയിൽ നിന്നും 95,000 അത്രയും വ്യത്യാസം വന്നു. ഇത് ആദ്യത്തെ ജമ്പ് പിന്നെ എപ്പോഴും വരില്ല എന്നുകൂടെ ഞാൻ തുറന്നു പറയാം. കാരണം കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സമയത്തെ വലിയ പ്രതിസന്ധിയായിരുന്നു, പ്രളയവും കോവിഡും. അവിടെ നിന്ന് കയറി വന്നതാണ്. അതെപ്പോഴും അതേപോലെ ഇൻക്രീസ് ചെയ്യത്തില്ല. ആ പണം വന്നതാണ് യഥാർത്ഥത്തിൽ. ആ വ്യത്യാസം നോക്കി 40,000-ലധികം കോടി അത് മാത്രമില്ലേ. പിന്നെ ഈ കുറച്ച് GSTയുടെ ടാക്സ് പൊതുവിലുള്ള കൂടും. ഇതല്ലാതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ വന്ന പണം ഞാനീ പറഞ്ഞ ഗ്യാപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് എത്ര? 50,000 കോടിയും കൂടെ അധികം കിട്ടണം. അപ്പോൾ എന്തും വേണ്ടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു. എന്നിട്ടും ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഒരു വർഷം നമ്മൾ ചിലവാക്കിയിരുന്നത് 1,15,000 കോടിയാണ് ശരാശരി. ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടും ഇപ്പോൾ നമ്മളത് 1,65,000 കോടിയിലേക്ക് ശരാശരി ഉയർത്തിയിട്ടുണ്ട്. ഈ 3 വർഷം 1,60,000 കോടി വെച്ച് കിട്ടി നമുക്ക് ചിലവാക്കാൻ പറ്റിയിരുന്നുള്ളൂ അവരുടെ വെട്ടിക്കുറവ് കാരണം. ഈ വർഷം അല്പം കൂടി നമുക്ക് കുറച്ചുകൂടി ഈ സാമ്പത്തിക വളർച്ച വന്നുകൊണ്ട് ഈ വർഷം ഞാൻ നിയമസഭയിൽ പറഞ്ഞു 1,70,000 കോടിയെങ്കിലും നമ്മൾ ചിലവാക്കും. 1,78,000 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അന്ന് പ്രതിപക്ഷം പറഞ്ഞു ഇത് നിങ്ങളൊരു ബഡ്ജറ്റ് തന്നെ ഒരു മാനിഫെസ്റ്റോ ആണ്, ഇലക്ഷൻ മാനിഫെസ്റ്റോ ആണ്. കാരണം ബഡ്ജറ്റിൻ്റെ കവർ പേജ് കൊടുത്തിരുന്ന് ഓർക്കുമല്ലോ, വിഴിഞ്ഞം വന്നടുക്കുന്ന തുറം ഒരു കപ്പലിൻ്റെ ചിത്രമാണ്. കാരണം അത്രയ്ക്കും നമ്മൾ വിഴിഞ്ഞം എത്രത്തോളം കേരളത്തിൽ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് അത്രയും വലിയ പ്രൊജക്റ്റ് കേരളത്തിൻ്റെ ആകെ പ്രൊജക്റ്റാണ്. അപ്പോൾ നിങ്ങളിത് മാനിഫെസ്റ്റോ ആണ്, നിങ്ങളിങ്ങനൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെറുതെ ബ്ലഫ് ചെയ്ത് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. കാരണം അക്കൗണ്ട് C&AG ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നതാണ്. C&AGയുടെ പ്രാഥമിക ഓഡിറ്റ് വന്നപ്പം 1,72,000 കോടി ചിലവായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് 1,75,000 എങ്കിലും ഫൈനൽ കണക്ക് വരുമ്പോൾ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ 15,000 കോടി അവിടെ വർദ്ധിച്ചില്ലേ. ആ പ്രതിസന്ധിക്കകത്തുനിന്ന് ചെറിയ ഒരു ചറകടി വെച്ച മുന്നോട്ട് പോകുന്നതിൻ്റെ അവിടെ കാണാനല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലെ ധനകാര്യമന്ത്രി എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക്കാരൻ. പക്ഷേ താങ്കൾ ഒരു സാമ്പത്തിക വിദഗ്ധനായിട്ട് അറിയപ്പെട്ട ഒരാളല്ല, പക്ഷേ അതിവിദഗ്ധമായ മാനേജ്മെൻറ്റ് അത്. പക്ഷേ താങ്കളൊരു നിശബ്ദമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നതുകൊണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. വളരെ നല്ല രീതിയിൽ ഒരു മാനേജ് ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? എല്ലാവരും ചേർന്ന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് ഐസക്ക് സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം ഞങ്ങളെയൊക്കെ പണ്ട് ഈ ഞങ്ങളുടെയൊക്കെ ക്യാമ്പുകളിൽ തന്നെ ക്ലാസ് എടുക്കുന്നതാണ് അദ്ദേഹം. ആ രംഗത്ത് വളരെ വൈദഗ്ധ്യമുള്ള ആളാണ്. ഞങ്ങളെല്ലാം ഇത് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, കളക്റ്റീവായിട്ടാണല്ലോ. താങ്കൾ എപ്പോഴും ആ ഒരു ക്രെഡിറ്റ് കളക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഈ വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ചിന്ത അത്രയും കൂടെ എന്തായാലും ഉണ്ടാവില്ല. ആദ്യം ഇവിടെ വരുമ്പം എന്തായിരിക്കും ഈ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ വേണ്ടതെന്നുള്ളൊരു ധാരണ, അത് നമ്മുടെ പൊതുപ്രവർത്തനം, പിന്നെ നമ്മുടെ ഏതൊക്കെ മേഖലയിൽ നമുക്ക് അറിയാവുന്നൊക്കെ ഉള്ളത് നമ്മളറിഞ്ഞാൽ പോലെ. ധനമന്ത്രി പദവി എന്നുള്ളൊരു മുൻഗണനയാണോ? ധനമന്ത്രി പദവി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ഇനിയിപ്പോൾ എത്ര പണം ഉണ്ടെങ്കിലും 10 പേര് ചോദിക്കുമ്പം ഈ 10 പേർക്കും അതുപോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ ഏത് സ്ഥാപനത്തിലായാലും ഈ നമ്മുടെയിലുള്ള പണം ഒരിക്കലും ആളുകൾക്ക് മതിയാവത്തില്ല. വ്യക്തിപരമായ അതല്ല, വകുപ്പ് ഞങ്ങൾക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇത് കിട്ടിയാൽ ഇന്നതാവാമെന്ന് പറയും. അവിടെ നമ്മൾ ചിലതിനകത്ത് കടുത്തൊരു നിലപാടെടുക്കണം. എന്നാൽ ആവശ്യങ്ങളൊന്നും തടയപ്പെടരുത്, എല്ലാ കാര്യങ്ങളും നടക്കണം. ഇപ്പം SC/ST മേഖലയിൽ ഉൾപ്പെടെ മുൻപ് മുതലുള്ള എല്ലാ കുടിശ്ശികയും കൊടുത്ത് തീർക്കേണ്ടി വന്നു. അത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? എന്നാൽ വേറൊരു വകുപ്പിൽ ചിലപ്പോൾ അത്രയും ആവശ്യം, ചില ചിലവുകൾ നമുക്ക് കുറയ്ക്കാം, ചിലതിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടെടുക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബിൽഡിങ്ങുകളുടെ കാര്യത്തിൽ ബഡ്ജറ്റിൽ തന്നെ ഞാൻ പറഞ്ഞു 2-3-4 ഓവർ സൈസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഓവർ സൈസ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് മാത്രമല്ല പലതും. കൊല്ലം കോടതിയിൽ 148 കോടി രൂപയുടെ ഒരു ഡിസൈനാണ് വന്നത്. ഏകദേശം അതേ തരത്തിലുള്ള വലിപ്പമുള്ളത് വീണ്ടും വർക്ക് ചെയ്ത് ഹൈക്കോടതി ജസ്റ്റിസ് ചുമതലക്കാരുമായിട്ടെല്ലാം സംസാരിച്ച്, PWD സംസാരിച്ച്, ബന്ധപ്പെട്ടവരോട് സംസാരിച്ച് അത് ഇപ്പോൾ 90 കോടി 80 കോടി താഴെ ചെയ്യുന്നത്. IIT ആയിട്ട് ഡിസൈൻ അവരുമായിട്ട് ഫൈനലൈസ് ചെയ്തു. അപ്പോൾ അതൊരു മെസ്സേജാണ്. നിയമസഭാ മന്ദിരം അന്നത്തെ നമ്മുടെ സ്പീക്കർ, CM, പ്രതിപക്ഷ നേതാവ്, PWD മന്ത്രി, ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ നിർമ്മാണത്തിന് നമ്മളൊരു 10-20 കോടിയെങ്കിലും ഇപ്പോൾ പണിയുന്ന പമ്പ എന്ന് പറയുന്ന ബിൽഡിങ്, പുതിയ ക്വാർട്ടേഴ്സ്,
20 കോടിയെങ്കിലും കുറച്ചു. അതേ കൺസെഷൻ അതേ സാധനമാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതിനകത്ത് ഈ ചിലത് ഷെഡ്യൂൾ ഓഫ് അക്കോമഡേഷൻ ഉണ്ട്. ഇപ്പോൾ DGPയുടെ മുറിയുടെ വലിപ്പം വേണ്ട SIയുടെ മുറിക്ക്. നമ്മുടെ പിന്നെ ചീഫ് സെക്രട്ടറിയുടെ മുറിയുടെ വലുപ്പത്തിൽ പിന്നെ ഒരു ജില്ലാ ഭരണാധികാരികളുടെ വേണ്ട എന്ന് പറയുന്ന പോലെ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ഓഫ് അക്കോമഡേഷൻ ഉണ്ട്, ആർബിട്രറി അല്ല. ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ മറുഭാഗത്ത് ദൂർത്തെന്നാണ്. അല്ല, അതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. വാഹനങ്ങളുടെ കാര്യത്തിൽ അത് ദൂരത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെലവ് ചുരുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് വാഹനങ്ങളുടെ കാര്യത്തിൽ ഉൾപ്പെടെ. ബഡ്ജറ്റിൽ ഞാൻ 100 കോടി രൂപ വാഹനം വെക്കാൻ വേണ്ടി അഡീഷണൽ വെച്ചു. അപ്പോൾ പറഞ്ഞില്ലേ കൊണ്ടില്ലേ മന്ത്രിമാർക്കൊക്കെ വണ്ടി മേടിക്കാൻ വേണ്ടി പൈസ വെച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ 15 വർഷം കഴിഞ്ഞ വണ്ടിയൊക്കെ കണ്ടം ചെയ്യണം. പോലീസിൻ്റെ എക്സൈസിൻ്റെ വണ്ടി കണ്ടം ചെയ്താൽ പിന്നെ പോലീസുകാരെങ്ങനെ യാത്ര ചെയ്യും? എക്സൈസുകാരെങ്ങനെ ഈ മയക്കുമരുന്ന് പിടിക്കാൻ പോകുന്നത്? മറ്റു വകുപ്പിലെ വണ്ടി എങ്ങനെ ഓടുന്നത്? ആ 100 കോടി എന്ന് പറഞ്ഞാൽ 1000 വണ്ടി മേടിക്കാൻ എക്സ്ട്രാ പ്ലാനിലുള്ളത് കൂടാതെ വെച്ചു. ഒക്കെ 10 ലക്ഷം രൂപയ്ക്കകത്തുള്ള ബൊലേറോ പോലുള്ള വണ്ടികളാണ്. അങ്ങനെ വെച്ചാലല്ലേ എപ്പോഴും പിന്നെ ഇനിയും ഓരോ മേഖലയിലും അങ്ങനെ പ്രതിപക്ഷം പറയുന്നത് മന്ത്രിസഭ വാർഷികം ആഘോഷിക്കാൻ കോടികൾ ദൂർത്തടിക്കുന്നു, ആശമാർക്ക് കൊടുക്കാൻ 5 പൈസ ഇല്ല. ആശമാർക്ക് കൊടുക്കാനുള്ള പണത്തിന് പിന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് കൊടുക്കുന്നതിൻ്റെ 5ഉം 8ഉം ഇരട്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാ ആശമാർ മാത്രമല്ല, മറ്റേ കുറേ കോൺട്രാക്ട് ജീവനക്കാരുണ്ട്. ഞാൻ പറഞ്ഞ ആ സമരത്തിൻ്റെ കാര്യത്തിനകത്ത് നമ്മുടെ പല കോൺട്രാക്ട്, അതായത് ഈ സ്കീം വർക്കേഴ്സ് ഉണ്ട്. ഞാൻ 2-3 വർഷമായിട്ട് പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കേരളത്തിൻ്റെതായ റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് 12 വർഷം മുമ്പാണ് ആശമാരുൾപ്പെടെയുള്ളവർക്ക് അവരൊരു അലവൻസ് ഫിക്സ് ചെയ്ത് ഓണററിയം. ഇത്രയും കാലമായിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല. ഞാൻ കർണാടകത്തിൽ നിന്ന് വരുന്ന പ്രതിനിധി ഉൾപ്പെടെ, കോൺഗ്രസിൻ്റെ മന്ത്രിസഭയാണ്, ഞങ്ങൾ ശക്തമായിട്ട് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. അത് വർദ്ധിപ്പിക്കണമെന്നാണ് ഇപ്പോഴും പറയുന്നത്. നിയമസഭ പാർലമെന്റിൽ തന്നെ അവർ പറഞ്ഞെന്താ ഞങ്ങൾ നോക്കും, പക്ഷേ ഇപ്പോൾ വർദ്ധിപ്പിച്ചില്ല. ഈ ആശാസമരത്തിൻ്റെ കാര്യത്തിൽ സമരം നടത്തുന്നവരും സർക്കാരും രാഷ്ട്രീയം കണ്ടു. സർക്കാർ അതിനകത്ത് ഞങ്ങൾക്ക് ഞാൻ ഉള്ള കാര്യം പറയില്ല, ഏറ്റവും രാഷ്ട്രീയമുണ്ട്. ഇല്ല, അതേ ഇല്ല. ഞാൻ അതിനകത്ത് പറഞ്ഞു. ഇപ്പം തന്നെ ഞാനിപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനം. ഈ സംസ്ഥാന സർക്കാർ നേരിടുന്നൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രചരണമാണ്. കേരളം കടക്കണിയിലാണ്, കടം പൊതുകടം കൂടുന്നു. കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതയായിട്ട് പൊതുവിൽ നമ്മൾ ധരിക്കുന്ന ഒരു പ്രൊഫസർ മേരി ജോർജ് അവരുടെ ഒരു വീഡിയോ കണ്ടു. പിന്നെ അക്കാഡമിക് രംഗത്തുള്ളവരാകുമ്പോൾ അവർ പറയുമ്പോൾ കുറച്ചുകൂടി വിശ്വസനീയമാണെന്ന് ആൾ ധരിക്കുമല്ലോ. അങ്ങനെ പറയാൻ പാടുള്ളൂ. അഭിപ്രായങ്ങൾ കാണും, രാഷ്ട്രീയ വ്യത്യാസം കാണും. അവർ പറഞ്ഞ് കേരളത്തിൻ്റെ കടം 2,90,000 കോടി, 3 ലക്ഷം കോടിയായിരുന്നു ഈ ഗവൺമെൻറ് വരുന്ന സമയത്ത്. ഈ ഗവൺമെൻറ് തീരുമ്പോൾ 6 ലക്ഷം കോടിയാവും. ഇങ്ങനെയാണ് ചിലവ്. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞതിനകത്ത് ഒരു ലോജിക്കുണ്ട്. ഈ എല്ലാ 5 വർഷവും കടം ഇരട്ടിക്കും. പക്ഷേ ഈ 5 വർഷം കൊണ്ട് കടം ഇരട്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല, 2,90,000 കോടി എന്നുള്ളത് 4,60,000 കോടിക്ക് അപ്പുറം പോവില്ല. കൂടുതലാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ അത്രയും പണം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എടുക്കാം. ഞാനവിടെ ചോദിക്കുന്ന ഒറ്റ പ്രശ്നമുള്ളൂ. കെ കരുണാകരനും AK ആന്റണിയും EK നായനാരും VS അച്യുതാനന്ദനും ഉൾപ്പെടെയുള്ള ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റുകൾ ഭരിക്കുമ്പോൾ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്തും ഓരോ ഗവൺമെൻറ് വരുമ്പോഴും എടുക്കുന്ന ടോട്ടൽ ബോറോയിങ് ആ 5 വർഷം കഴിയുമ്പോൾ ഏകദേശം ഡബിളാവും, അല്ലെങ്കിൽ 90% വരെ വർദ്ധിക്കും. അതിനടിസ്ഥാനം വേറൊന്നുമല്ല, പണപ്പെരുപ്പമുണ്ടല്ലോ, വരുമാനം കൂടുമല്ലോ. സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂടും. GSTP സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ വെച്ചിട്ടാണ് ഇത് നമ്മൾ തീരുമാനിക്കുക. സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ ഒരു ഇരട്ടിയോളം ആവാറുണ്ട് ഓരോ സമയത്ത്. ഞാൻ അതിൻ്റെ കണക്കുകളെല്ലാം ഉണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ചുമതല ഏറ്റെടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു 80,000-നടുത്ത് നിന്ന് 1,55,000-ലേക്കോ മറ്റോ, ഞാൻ ഓർമ്മയെന്നാണ് പറയുന്നത്, ചെറിയ വ്യത്യാസം കാണും. 1,50,000-നടുത്തേക്കാണ് അവരുടെ ടോട്ടൽ ബോറോയിങ് വന്നത്. ഏകദേശം ഇരട്ടിയാണ്. ആ 1,50,000 നിന്ന് 2,90,000-ലേക്കാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷം കൊണ്ട് വന്നത്. അന്നും കുറച്ച് കൂടുതൽ കടമൊക്കെ എടുക്കേണ്ടി വന്നു. സാധാരണഗതിയിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും എടുക്കാൻ പറ്റുന്ന ബോറോയിങ് എന്തുകൊണ്ട് ഈ സർക്കാരിന് എടുക്കാൻ അവകാശമില്ല? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 2,98,000 രൂപ എന്ന് പറഞ്ഞാൽ 6 ലക്ഷം കോടിയിലേക്ക് എത്താവുന്നതാണ്. 5,90,000-ലേക്ക് എത്താം എന്തായാലും. പക്ഷേ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് നമുക്ക് ആകെ എടുക്കാൻ പറ്റിയിട്ടുള്ളത് 4,22,000 കോടിയോ മറ്റുമാണ് 4 വർഷം കഴിഞ്ഞപ്പോൾ. 5-ാം വർഷം ഇപ്പോൾ കിട്ടുന്ന ബോറോയിങ് പ്ലാൻ അനുസരിച്ചിട്ട് നമുക്ക് 4,60,000, 4,65,000-ത്തിനപ്പുറം എടുക്കാനേ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മുൻപേ 30 വർഷക്കാലത്തെ ഗവൺമെൻറ്റുകൾ ഓരോ വർഷവും എടുത്തിരുന്ന ബോറോയിങ്ങിനേക്കാളും ശരാശരി ഒരു 25,000 കോടി രൂപ ഒരു വർഷം കുറഞ്ഞു. എന്ന് മാത്രമല്ല 5 വർഷം കൊണ്ട് അതുമാത്രം 1,15 ലക്ഷം കോടി രൂപ കുറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞാൽ കിട്ടേണ്ട ടാക്സ് ഇതിനിയും കിട്ടാൻ പോകുന്നില്ല. പശുവിൻ്റെ അകിടിൽ നിന്ന് പാല് കറന്നെടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ആ പാൽ അടുത്ത വർഷം കിട്ടുമോ? റബ്ബർ മരം ടാപ്പ് ചെയ്യുമ്പം കിട്ടുന്ന പാല് അടുത്ത വർഷം കിട്ടുമോ? കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കേരളത്തിലെ ഓരോ കുട്ടിക്കുൾപ്പെടെ കിട്ടേണ്ട പണം കിട്ടാതിരുന്നത് ഇനി കിട്ടുമോ?
ഇത് തന്നിട്ടില്ല. അത് നോക്കിയാൽ ഒരു വർഷം ഇതെല്ലാം ചേർന്ന് 50,000 കോടിയാണ്. 2.5 ലക്ഷം കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് തരാനുള്ളത് രാഷ്ട്രീയമായും സംസ്ഥാനങ്ങളുടെ വിവേചനത്തിൻ്റെ ഭാഗമായി തന്നിട്ടില്ല. ഈ പണം തരാതിരിക്കുമ്പോൾ തന്നെ ഇതേപോലെ അക്കാഡമിക് രംഗത്തുള്ള ആളുകൾ തന്നെ പറയുന്നത് ഇത്രയും എടുക്കുമെന്നാണ്. എടുത്തിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ വിമർശനം കടക്കണിയിലാണെന്ന് കടം കൂടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 38% GSDPയുടെ ആകെ. GSDPയും കേരളത്തിലാകെ ഉണ്ടായിരുന്ന ബോറോയിങ് GSDPയുടെ കണക്ക് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആകെ ഒരു വർഷത്തെ വരുമാനത്തിന് 38% കടമായിരുന്നു കോവിഡ് സമയത്ത്. അന്ന് കോവിഡ് ആയതുകൊണ്ട് അത് 34% കുറഞ്ഞു ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ 4% എന്ന് പറഞ്ഞാൽ 13,500 വെച്ച് കൂട്ട്, 13, 20, 54,000, 55,000 കോടി രൂപ ആ റേഞ്ചിൽ നിന്ന് ഈ 4 വർഷം കൊണ്ട് കുറഞ്ഞു. അത്രയും ശതമാനം കുറഞ്ഞു. കേരളത്തിലെ കടത്തിൻ്റെ വർധന നല്ലപോലെ നമുക്ക് കുറയ്ക്കാൻ പറ്റി. ഈ വ്യത്യാസമുണ്ട്. കടക്കണിയിലല്ല എന്ന് മാത്രമല്ല കൂടുതൽ എലിജിബിളാണ്. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന കടം കൂടെ മനസ്സിലാക്കണം. 58% അത് തള്ളിക്കളയാന്നല്ല ഞാൻ കണക്ക് വെച്ചാൽ പറയുന്നത്. നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ പ്രൊഫസർ അദ്ദേഹം ഈ കണക്കൊക്കെ നോക്കണം. ടീച്ചറാണല്ലോ, അവർ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊണ്ട് അത്ഭുതപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഈ കണക്കെല്ലാം എടുത്തിട്ട് പറഞ്ഞത്. കാരണം ഇവരെ പോലുള്ള ആളുകൾ പറയുമ്പം ജനം വിശ്വസിക്കും. അതുകൊണ്ട് അവർ പഠിച്ച പുസ്തകങ്ങളുടെയും അവരുടെ സബ്ജക്റ്റിൻ്റെയും അവരെ പറ്റിയുള്ളൊരു അധ്യാപകർ എന്നുള്ള വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്നിടത്ത് അവർ പറയാൻ പാടില്ല. അതുകൊണ്ട് അവർ കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. കറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഏതൊരു ധനകാര്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ടേമിൻ്റെ അവസാന വർഷം വളരെ നിർണായകമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വർഷമാണ്. അടുത്ത വർഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. എന്നാൽ ഈ വർഷം ഈ പല ഫ്രീ ബീസ് കൊടുക്കുമെന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ കിറ്റ് കൊടുക്കുമെന്ന് പ്രതിപക്ഷം ഭയക്കുന്നുണ്ട്. ഈ ഒരു വർഷം മാനേജ് ചെയ്യാനുള്ള പണം എങ്ങനെ കണ്ടെത്തും? ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം, ഈ ബുദ്ധിമുട്ടേറിയ സെക്ഷൻ്റെ മുന്നിലുള്ള പ്രശ്നം, അവർക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഉണ്ടായിരുന്നു. 5 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. പഴയ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് 18 മാസത്തെ കുടിശ്ശിക ഇട്ടിട്ട് പോകുന്ന രീതിയാണ് പണ്ടൊക്കെ UDFൻ്റെ സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 മാസത്തെ കുടിശ്ശിക മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ അസംബ്ലിയിൽ ഞങ്ങൾ കൊടുത്തു തീർക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം കൂടെ ആകുമ്പം 3 മാസത്തെ കൊടുത്തു. ഈ മാസത്തെ പെൻഷൻ 2 മാസത്തെ പെൻഷൻ കിട്ടുക, 3200 കിട്ടും. അപ്പോൾ പെൻഷൻ കൊടുത്ത് തീർക്കുക എന്നുള്ള ഒന്നാമത്തെ കമ്മിറ്റ്മെൻറ്റ്. രണ്ടാമത് അതിനൊപ്പം ബാക്കിയെല്ലാം റെഗുലറൈസ് ചെയ്യുക. നമ്മുടെ സപ്ലൈക്കോ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം നേരത്തെ ഇടയ്ക്കൊരു ഏകദേശം അങ്ങ് ഇത്രയും 50,000 കോടി ഒരു വർഷം കിട്ടാതിരുന്നാൽ നിങ്ങളത് എന്ത് ചെയ്യും? നിങ്ങളൊക്കെ പത്രസ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗം കൂടെ ആയിട്ടുള്ളവരാണ്, എഡിറ്റോറിയൽ സ്റ്റാഫിൽ. അവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധി ഗവൺമെൻറ്റിനും ബാധകമല്ലേ? ആ പ്രതിസന്ധിയിൽ ഇത് നിന്ന് പോവും എന്ന് ഇവർ പറഞ്ഞത് വാസ്തവത്തിൽ കണക്കനുസരിച്ച് ശരിയായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ പിടിച്ചു തന്നത്. ഇപ്പോൾ അങ്ങനെ നിന്നു പോകത്തില്ല. ഇത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഞാനീ പറഞ്ഞ കണക്കനുസരിച്ച് അറിയാമല്ലോ, ഈ 3 വർഷം കഴിഞ്ഞ് അല്പം കൂടെ മെച്ചപ്പെട്ടു, ഈ വർഷം അല്പം കൂടെ മെച്ചപ്പെടും. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത് കൊടുത്തു തീർക്കാമെന്നൊരു ബാധ്യതയുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് പരമാവധി കിട്ടാനുള്ളത് കിട്ടാനല്ല, ഔദാര്യമൊന്നുമല്ല. ഒരു കേന്ദ്രമന്ത്രി നേരത്തെ പറഞ്ഞു, മുൻ കേന്ദ്രമന്ത്രി BJP, അതുപോലെ തന്നെ BJP ഈ ഭിക്ഷാപാത്രവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേരളം. ഭിക്ഷാപാത്രമായിട്ടൊന്നുമല്ല, കിട്ടാനുള്ളത് പിടിച്ചു കാണിക്കേണ്ടതാണ്. ചില സംഘടനകൾ പറഞ്ഞു, ഈ സർവീസ് സംഘടനകൾ, ഇടതുപക്ഷ സ്വഭാവം ഇല്ലാത്തതാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ധനകാര്യ വകുപ്പൊക്കെ ഇടതുപക്ഷം സ്വഭാവത്തോടെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയവും സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇങ്ങനെ പിടിച്ചു നിൽക്കാനും ഇതിനിടയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ചിലപ്പം ചില കാര്യങ്ങളിൽ നോ എന്ന് പറയാനും ചില കാര്യങ്ങളിൽ ആനുകൂല്യം കൂട്ടിക്കൊടുക്കാനും തയ്യാറാവുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആശാസമരത്തിൻ്റെ കാര്യത്തിനകത്തുള്ള രാഷ്ട്രീയം. 2 ഗവൺമെൻറ്റുകൾക്ക് ഇന്ത്യയിൽ 3 ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ഉണ്ടാകുന്നു. ബംഗാളും ത്രിപുരയും കേരളവും. കേരളം ഇടയ്ക്കിടയ്ക്കാണ് വരിക. 10-34 വർഷം ഒരുമിച്ച് ഭരിച്ചതാണ് ബംഗാൾ. ത്രിപുരയാണെങ്കിലും കണ്ടിന്യൂസ് ഭരിച്ചതാണ്. അവിടെ ബംഗാളിലെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി വലിയൊരു സമരം നടന്നു, സിംഗൂർ. ഇപ്പോൾ ആ സിംഗൂറിനൊന്നും അടിസ്ഥാനം ഇല്ലാന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായി. പക്ഷേ അന്ന് നടന്ന സമരത്തിനകത്ത് അതിതീവ്ര അൾട്രാ ലെഫ്റ്റ് എന്നുവെച്ചാൽ മാവോയിസ്റ്റുകളുടെ ചില ഗ്രൂപ്പുകൾ, അതിനകത്ത് SUCI പോലുള്ള സംഘടനകളുണ്ട്. അവിടെ കുറച്ച് SUCI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി, BJP, അവരുടെ എന്തൊക്കെ ഔട്ട്ഫിറ്റ്സ്, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് എല്ലാം കൂടി ചേർന്ന് ആ സമരം നടത്തിയത്. ഞാനന്ന് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ആ സിംഗൂർ സംഭവം ഉണ്ടാകുന്ന ദിവസം സന്ദർഭവശാൽ പറയട്ടെ, ഞാനന്ന് DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി കൽക്കട്ടയിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ അദ്ദേഹം ഉണ്ട്, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഈ സിംഗൂർ സംഭവം രൂക്ഷമാവുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നത് ആദ്യം. അതിനുശേഷം രാജ്യത്താകെ അതിശക്തമായ ക്യാമ്പയിൻ നടന്നു. എന്തോ വലിയ കുഴപ്പങ്ങൾ സിംഗൂരിനകത്തൊക്കെ കൈകാര്യം ചെയ്തതിനെ സംബന്ധിച്ചൊക്കെ പ്രശ്നം ഉണ്ടാവും, ഇല്ലയെന്നല്ല. ആത്യന്തികമായി കൈകാര്യം ചെയ്തതിനകത്ത് ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. ഗ്രേറ്റ് ബംഗാൾ ഫാമിൻ നടന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ബംഗാളിലാണ് ഇപ്പോൾ
അരി ഉൽപ്പാദനം അധികമാവുകയും കേരളം ഉൾപ്പെടെ കുറവ് വന്നപ്പോൾ പോയി മേടിക്കുകയും ചെയ്തെന്നൊരു പശ്ചാത്തലം കൂടെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കാര്യം പറയല്ല, ഞാൻ പറഞ്ഞത് അല്ലല്ല അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ ഇടതുപക്ഷ സ്വഭാവമില്ല, ഉപ്പിന് ഉപ്പില്ല എന്ന് പറയുന്ന പോലെ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉപ്പില്ല, അതുകൊണ്ട് ഞങ്ങൾ ഉപ്പ് ചേർക്കും. ആരാ? BJPയും ജമാഅത്തെ ഇസ്ലാമിയും ഇത്തരം ചില തീവ്രവാദ സംഘടന ചേർന്ന ഉപ്പ് ചേർക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എല്ലാ സമ്പ്രദായവും കോൺട്രാക്റ്റ് ആക്കി ഒരു സാമൂഹ്യക്ഷേമ കാര്യവും കൊടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ. ബംഗാളിൽ ഉൾപ്പെടെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനവും അധ്യാപകരും സർവീസ് സംഘടനയും ഉണ്ടായിരുന്നു. പണ്ടൊക്കെ അവിടെ ഭയങ്കര ഇടതുപക്ഷ സംഘടനകളുടെ അമിത പ്രയോഗത്തെ പറ്റിയായിരുന്നു. ആ ബംഗാളിൽ അവിടുത്തെ 3 സ്കൂൾ അടച്ചുപൂട്ടി, അധ്യാപകരെ മൊത്തം പിരിച്ചു വിട്ടു, കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, PSC വഴി അപ്പോയിൻമെൻ്റ് ഇല്ല. ആകെ 1,15,000 പേരെങ്ങാണ്ടുണ്ടായിരുന്ന ത്രിപുരയിലെ ഇപ്പോൾ ആ റിട്ടയർ ചെയ്യുന്ന ഒരാൾക്കും പകരം ആളെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം തകർന്നാൽ അല്ലല്ല, ആശാസമരം മാത്രമല്ല, ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നത്. ഒരിക്കൽ തകർന്നാൽ ഈ ബംഗാളിലെ പോലെ ആക്കാം എന്നൊക്കെയാണല്ലോ ആളുകളുടെ ആഗ്രഹം. അങ്ങനെ ആവാൻ പറ്റില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ഒപ്പം നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുടർ ഗവൺമെൻറ് വരുന്നത്. തുടർ ഭരണത്തിൻ്റെ ഗുണമാണിപ്പം. നേരത്തെ പ്രഖ്യാപിച്ച കാര്യമൊക്കെ UDF ആണെന്ന് നടത്തുമോ? ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് 1-ാം പിണറായി സർക്കാരിൻ്റെ ലാസ്റ്റ് ഇയറിലാണ്. 2-ാം പിണറായി സർക്കാർ വന്നത് മെയ് 20-നാ. ഏപ്രിൽ 1 മുതലാണ് ശമ്പളം കൊടുത്തു തുടങ്ങിയത്. ഞങ്ങളല്ലായിരുന്നു വരുന്നതെങ്കിൽ ഈ ശമ്പള പരിഷ്കരണം കൊടുക്കുമോ? അടുത്തത് നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു ഇത്രയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിലേക്ക് ഞാൻ വരാം. ഈ ശമ്പള പരിഷ്കരണം കൊടുക്കില്ല, ഈ ക്ഷേമ പെൻഷൻ വർധന കൊടുക്കില്ല, കിഫ്ബിയും മറ്റും നടപ്പിലാക്കാൻ ഇത്രയും വലിയ പദ്ധതികൾ തീരുമാനിച്ചു. കേന്ദ്ര ഗവൺമെൻറ് അത് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് സംസ്ഥാന ഖജനാവിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് കിഫ്ബിയുടെ ആ മോഡൽ മാറി ഇത് മൊത്തം കൊടുക്കേണ്ടി വന്നു. കിഫ്ബി മോഡൽ അവർ തകർത്തു. വിഴിഞ്ഞം പോലുള്ള പദ്ധതി, നാഷണൽ ഹൈവേ, ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വലിയ വിവാദം നടന്നല്ലോ. പണം അങ്ങ് കൊടുത്തതേ ഉള്ളൂ സ്ഥലം എടുക്കാൻ, അല്ലാതെ നാഷണൽ ഹൈവേ പണിയുന്ന കേരളമൊന്നുമല്ല. നാഷണൽ ഹൈവേ NHAI ആണ്, ടോൾ റോഡാണ്. ആ നാഷണൽ ഹൈവേ പണിയാൻ പണം കൊടുത്തത് കേരളമാണ്. ഇത്ര റോഡ് ഇതെല്ലാം 2-ാം പിണറായി സർക്കാർ വന്നതുകൊണ്ടാണ്, തുടർച്ചയുള്ളത് കൊണ്ടാണ്, തുടർച്ചയുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. മികച്ച നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ എല്ലാവരും ക്യാപ്റ്റൻ എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ധനമാനേജ്മെന്റിലൂടെ എല്ലായിടത്തും പണം എത്തിക്കുന്ന ധനകാര്യമന്ത്രിയല്ലേ യഥാർത്ഥത്തിൽ വൈസ് ക്യാപ്റ്റൻ? അങ്ങനൊന്നുമല്ല, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ വൈസ് ക്യാപ്റ്റന്മാരാ, എല്ലാവരും ക്യാപ്റ്റൻ ഉണ്ട്, ബാക്കിയെല്ലാം വൈസ് ക്യാപ്റ്റന്മാരാ. കാരണം ഓരോ വകുപ്പും അവിടെ ഒരു മികവെടുക്കാൻ തയ്യാറല്ല, വളരെ വലിയ പെർഫോമൻസ് നടക്കുന്നത്. പിന്നെ ധനകാര്യ വകുപ്പ് ഇത്രയും കാര്യങ്ങൾ ഏറ്റെടുത്ത് തകർന്നു പോകുന്നതിൻ്റെ എല്ലാ ചീത്തോളി എപ്പോഴും കേൾക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ചീത്തോളി ധനകാര്യ വകുപ്പിനാ. ഒരിക്കലും മെച്ചമുണ്ടെങ്കിൽ ആരും അങ്ങനെ പറയാറില്ലല്ലോ പൊതുവിലെങ്ങനെ. നല്ല നിങ്ങൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുമ്പം അപൂർവ ആളല്ല, നല്ല കറിയാ, മീൻകറി കൊള്ളാം, നല്ല പായസം എന്ന് അപൂർവല്ലേ പറയും. പായസം ശരിയായില്ല, അതിനകത്ത് ഇച്ചിരി മധുരം കുറഞ്ഞു പോയി, ഇച്ചിരി അടുക്കി പിടിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറ്റം ഈ വന്ന 1000 പേരുണ്ട്. അങ്ങനെ കുറ്റം കേൾക്കേണ്ടി വന്ന ഒരുപാട് ധാരാളം സന്ദർഭമുണ്ട്. ആ കുറ്റം കേൾക്കുമ്പോഴും കുറ്റം കേൾക്കുമ്പോഴും ക്യാപ്റ്റൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ വലിയ ഒരു പിന്തുണയില്ലാതെ അദ്ദേഹം ഓരോ കാര്യങ്ങളും, കാരണം കൃത്യമായി എല്ലാ കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പാർട്ടിയും മുഖ്യമന്ത്രിയും LDFും ഈ കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചില കാര്യങ്ങൾ ആവശ്യങ്ങൾ വരും, അത് കൊടുത്താൽ ഇന്ന കുഴപ്പമുണ്ടാവും, അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുക, അതനുസരിച്ചിട്ട് ഈ കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ക്യാപ്റ്റന്മാരെപ്പോഴും ഈ മുഴുവൻ സൗകര്യങ്ങളും സാഹചര്യങ്ങളും നോക്കി നിൽക്കുന്നവരാണല്ലോ. അതേ പറഞ്ഞത്, ഓരോ വകുപ്പിലും ആ വകുപ്പിന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നത്. അത് മുഖ്യമന്ത്രി പണമില്ലാത്തതുകൊണ്ട് മാറ്റി വെച്ച എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? പണമില്ലാത്തതുകൊണ്ട് കുറേ പദ്ധതികൾക്ക് ഡിലേ ചെയ്തിട്ടുണ്ടാവും. ചില പ്രിഫറൻസുകൾ പ്രിഫറൻസുകൾ വെക്കും. ഇത് ആദ്യം ചെയ്യേണ്ടത്, അത് രണ്ടാമത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പ്രിഫറൻസ് ഉണ്ട്. പക്ഷേ ഇത്രയേറെ കാര്യങ്ങൾ 1,15,000 കോടിയിൽ നിന്നും ഈ ഗവൺമെൻറ് ഇപ്പോൾ 1,70,000 1,75,000 കോടിയിലേക്ക് ശരാശരി എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ 50% കാര്യം അധികം നടക്കില്ല ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു, പിന്നെ 5-ാം വർഷം എന്നുള്ള നിലയിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളത്. അന്നേരം അതിനുവേണ്ടിയുള്ളൊരു വാരിച്ച പണം, അതുപോലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ബജറ്റായിരിക്കും, ഒരുപാട് ആനുകൂല്യങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കും. പ്രതിപക്ഷം പറയുന്നത് ആ ജനങ്ങളെ കുപ്പിയിലിറക്കാൻ വേണ്ടിയുള്ള കിറ്റ് ഉൾപ്പെടെയുള്ളതൊക്കെ ഇനിയും വന്നുകൂടെ കഴിയില്ല. എന്ത് പറയുന്നു ധനമന്ത്രി? ഈ ഗവൺമെൻറ് വാഗ്ദാനം പറഞ്ഞ കാര്യങ്ങൾ പരമാവധി നടത്തി തീർക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഉത്തരവാദിത്വം തന്നെയാണ്. പിന്നെ ആ വാഗ്ദാനങ്ങളെല്ലാം കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ വരുമാനം ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചതിൻ്റെ പ്രായോഗിക പ്രശ്നം വരും. ഇത് രണ്ടോടെ ചേർത്താണ് എപ്പോഴും നോക്കുക. നിങ്ങൾക്ക് യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം തുടർന്നു പോയായിരുന്നെങ്കിൽ എല്ലാവരുടെയും വരുമാനം അങ്ങനെ ബാധിക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് തന്നെ പരമാവധി കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കും, അവിടുന്ന് കിട്ടാനുള്ള പണത്തിന് വേണ്ടി പെരുമാറും. പുതിയ ബഡ്ജറ്റ് വരുമ്പോഴും അടുത്ത വർഷത്തേക്കൊക്കെ പ്രായോഗികമായ കാര്യങ്ങളായിരിക്കും പറയുക. പ്രായോഗികമായി പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൊടുക്കൂ.
കിറ്റൊന്നും കൊടുക്കുന്ന അന്നത്തെ സാഹചര്യമല്ലേ ഇപ്പം അതൊക്കെ അങ്ങനെ ഒരു അന്നത്തെ സാഹചര്യമില്ല. സാഹചര്യം. ഏതൊരു പ്രതിസന്ധി സാഹചര്യം വന്നാലും ഒളിച്ചോടില്ല, ഈ ഗവൺമെൻറ് സംരക്ഷിക്കും. അത് വയനാട് വന്നപ്പോൾ കിറ്റല്ലല്ലോ, വയനാട് വന്നപ്പോൾ മുഴുവൻ ആൾക്കും വീടല്ലേ. ഇപ്പോൾ പെൻഷൻ കൂട്ടുമോ? പെൻഷൻ പ്രായം പെൻഷൻ പ്രായത്തിൻ്റെ കാര്യം ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചയിലില്ലാത്തതാണ്. ഇല്ല. ഈ ശമ്പള പരിഷ്കരണം എന്തായി? ഇപ്പോഴത്തെ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യവും ഇപ്പോൾ നമ്മളിപ്പോൾ അതിനെ ഒരു ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ ഈ സാഹചര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും അതൊക്കെ ചെയ്യും. ഈ വർഷം വേണ്ടി വരില്ലേ? അത് തീരുമാനിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ മെഡിസപ്പിൻ്റെ കാര്യത്തിൽ പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഇതിപ്പോൾ മെഡിസപ്പ് തുടരുമോ? മെഡിസപ്പിൽ ചേരാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ നടപ്പിലാക്കുമോ? മെഡിസപ്പിൻ്റെ പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മെഡിസപ്പ് 5 വർഷം മുമ്പ് നടപ്പിലാക്കിയ റേറ്റുകൾ വെച്ചിട്ടാണ് മെഡിസപ്പ് നടക്കുന്നത്. അപ്പോൾ പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട്, ചില അനോമലീസ് ഉണ്ട് അതിനെ സംബന്ധിച്ച്. കൂടുതൽ ആശുപത്രികൾ കിട്ടുന്നില്ല, ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ആയിരിക്കും ചെയ്യുക. പിന്നെ മെഡിസപ്പ് ഒരു കളക്റ്റീവായ ഇൻഷുറൻസ് ആണ്. നമ്മൾ 10 പേരുള്ളത് കൊണ്ട് കിട്ടുന്ന റേറ്റ് 3 പേര് മാറിയേ കിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാവണം. അപ്പം അതുകൊണ്ട് മാറാൻ അനുവദിക്കില്ല എന്നല്ല, അതിൻ്റെ ഒരു സാമ്പത്തിക വശമൊക്കെ കമ്മിറ്റിയാണ് നോക്കുന്നത്. ഇവരുമായിട്ട് ഒരു എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബിഡിങ് പ്രോസസ്സും ഒക്കെ ഉണ്ടല്ലോ. എന്തായാലും മെഡിസപ്പ് ഒരു നല്ല പദ്ധതിയാണ്. അത് കുറച്ചുകൂടി നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. അത് നോക്കിയിട്ടാണ് ചെയ്യുക. എന്തായാലും എല്ലാവരും 90-100 വയസ്സുള്ള ആൾക്കും ഇൻഷുറൻസ് കിട്ടുന്ന ലോകത്തെ ഒരേ ഒരു സ്കീമാണ് നമ്മുടെ മെഡിസപ്പ്. ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നല്ല, ആനുകൂല്യങ്ങൾ 99% ക്ലെയിംസും കിട്ടിയിട്ടുണ്ട്. അവിടെ പ്രൈവറ്റ് മേഖലയിൽ അത്രയൊന്നും കിട്ടത്തില്ല. ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ആശുപത്രിയും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ നല്ല പാക്കേജുകളാണ് ഇപ്രാവശ്യം അവർ ആലോചിച്ചിട്ടുള്ളത് പറഞ്ഞത്. ഞാൻ ഡീറ്റെയിൽസ് പഠിച്ചിട്ടില്ല. കുറച്ചുകൂടെ നല്ല പാക്കേജുകളുണ്ട്. പാക്കേജ് വേണം, കുറച്ചുകൂടി വ്യാപിപ്പിക്കുകയും ചെയ്യും, കുറച്ചുകൂടി ആശുപത്രികളിലേക്ക് വരികയും ചെയ്യും. അതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന് ബാക്കി അതിൻ്റെ ആവശ്യമായ ഡിസ്കഷൻ നടത്തി പരിശോധിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഈ 4 വർഷം പൂർത്തിയായല്ലോ, അന്നേരം ഏറ്റവും സംതൃപ്തി തോന്നിയ ഇപ്പോൾ വിഴിഞ്ഞമുണ്ട്, അതുൾപ്പെടെ ഏറ്റവും മനസ്സിന് സന്തോഷം നൽകിയ എന്ത് കാര്യമാണ്? മെഡിസപ്പ് നടപ്പിലാക്കിയത്, അതിൻ്റെ ഒരു ഫോർമലൈസേഷൻ വന്നത് വാസ്തവത്തിൽ ഈ ഘട്ടത്തിലാണ്. അങ്ങനൊരു സ്കീമിൻ്റെ ചർച്ചയൊക്കെ നടന്ന് കേസൊക്കെ ആയി സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് അത് പോയത് അതിനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ശ്രമമാണ് ഞങ്ങളുടെ ഫിനാൻസിലെ ടീം നടപ്പിലാക്കിയത്. പ്രായോഗികമായിട്ട് 10-20%, 10%, 20% പരാതി കാണും. അത് വലിയൊരു പദ്ധതി തന്നെയാണ്. കാരണം ആദ്യത്തെ തന്നെ പേഷ്യൻ്റ് ഞാൻ മനസ്സിലാക്കുന്നത് 101 വയസ്സുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇൻഷുറൻസിൽ വന്നിട്ട് ചികിത്സ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ്. എന്തുമാത്രമല്ല അത് വലിയ തുക അതുവഴി വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പം മെഡിസപ്പ് പോലുള്ള പദ്ധതികളുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നു. വികസന കാര്യങ്ങൾക്ക് തടസ്സം വരാതെ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തടസ്സം വരാതിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഓരോന്നോരോന്നെടുത്ത് പറയുന്നില്ല. എല്ലാ മേഖലയ്ക്കും പരിഗണന കൊടുക്കാൻ പറ്റി. ഏറ്റവും പ്രധാനം കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കാൻ സയൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, ഹയർ എഡ്യൂക്കേഷൻ, പിന്നെ സ്റ്റാർട്ടപ്പ് മുതൽ മറ്റു മേഖല വരെ, വ്യവസായങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും പുതിയ ധാരാളം കമ്പനികൾ വന്നിട്ടുണ്ട്. പുതിയ ചെറുപ്പക്കാർ വരുന്നുണ്ട്. ആ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായി. ആ അന്തരീക്ഷം വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിന് സഹായം. ആ അന്തരീക്ഷം ഉണ്ടാക്കി എന്നുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ റോൾ ചെയ്തോളും. കേരളത്തിൽ ഇത് പറ്റും. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അത് പ്രത്യേകിച്ച് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള, സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ ആളുകൾ ചെയ്യുന്നു. നമ്മുടെ ചെറുപ്പക്കാർ ഇതിനായിട്ട് വരിക. എന്നൊക്കെ എല്ലാ സ്കീമുകളിലും അതിന് പ്രയോറിറ്റി ഉണ്ട്. ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു ഈ 4 വർഷം. അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഉറക്കമില്ലാത്തല്ല, നല്ല ടെൻഷൻ ഉണ്ടാകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. കാരണം ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരുടെയും കണ്ണിങ്ങോട്ടാണ്. മറ്റേ ഹിഗ്ഗുറ്റ എന്ന് പറയുന്ന ചെറുകഥ പോലെ, NS മാധവന്റെ ചെറുകഥ പോലെയാണ്. എപ്പോഴും നമ്മളെ ഫോക്കസ് ചെയ്യും പണത്തിന്റെ കാര്യത്തില്ല. കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം കിട്ടിയില്ലെങ്കിലുള്ള പരാതി വരുന്നതിനകത്ത് ഒന്നാമത്തെ ടാർഗറ്റ് കാര്യം മാനേജ് ചെയ്യുന്ന മന്ത്രിമാരെ കുറിച്ച് പറയുമ്പോൾ ഈ എല്ലാ പ്രലോഭനങ്ങളെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു ധനമന്ത്രിയാണ് താങ്കൾ. ധനകാര്യമന്ത്രിമാർക്ക് എല്ലാ ആവശ്യങ്ങളും അതേപോലെ അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, അത് ഞാൻ പറഞ്ഞ വ്യക്തിപരമായിട്ട് ഇപ്പോൾ പല രീതിയിൽ സ്വാധീനിക്കപ്പെടാം. പക്ഷെ അതിനെയൊക്കെ അതീതമായിട്ട് അങ്ങനൊന്നും 1 ഇഞ്ച് പോലും ഒരു കാര്യത്തിലും ഒരു ക്ലീൻ നമ്മളെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് നിങ്ങളും സമൂഹമാണ് വിലയിരുത്തുന്നത്. ഞാനതിനകത്ത് ആളുകളുടെ എല്ലാം പ്രശ്നങ്ങളിൽ ന്യായമായിട്ട് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഇടപെടത്തില്ല എന്നൊരു ധാരണ പൊതുവെ ഉള്ളത് നല്ലതാണ്. നമ്മുടെ ഇത് മാത്രമല്ല, വലിയ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. ധനകാര്യ വകുപ്പ് മാത്രമല്ല, ഏകദേശം 1 ലക്ഷം കോടിയോളം ടേൺ ഓവറുള്ള KSFE 1 ലക്ഷത്തിലേക്ക് പോവാണ്. KFC ഇപ്പോൾ 10,000 കോടിയിലേക്ക് എത്തുകയാണ്. ലോട്ടറി അത് വലിയ ടേൺ ഓവറുള്ളതാണ്. പിന്നീട് നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ്, നാഷണൽ സേവിങ്സ്, ഇത് തന്നെ ഏകദേശം സംസ്ഥാന ബഡ്ജറ്റിൻ്റെ അത്രയും പണം കൈകാര്യം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഞങ്ങൾ
കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ ആരുടെയും മുന്നേ പറയാറില്ല. അത്രയും വലിയ സ്ഥാപനങ്ങളാണ്, അതെല്ലാം മെച്ചപ്പെട്ട തരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ ധാരാളം പ്രഷർ വരും. ആ പ്രഷർ പക്ഷേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് പറ്റുമെന്നൊരു ധാരണ ഈ ഗവൺമെൻറ്റിനെ പറ്റി, പിണറായി ഗവൺമെൻറ്റിനെ പറ്റി ഉണ്ട്. അത് LDF ഗവൺമെൻറ്റിനെ പറ്റി അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരുടെയും ആ സമീപനത്തെ സംബന്ധിച്ച് അതുണ്ടെന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ ഗുഡ്. ഈ മദ്യപന്മാരോട് മാത്രം ഒരു അലിവുമില്ല, അവരുടെ മാത്രം അസംഘടിതരായതുകൊണ്ട് അല്ല. അതിനകത്ത് നിങ്ങൾ എടുത്തു പറയേണ്ടതാ, കഴിഞ്ഞ 4 വർഷമായിട്ട് വില കൂട്ടാത്ത ഒരേ ഒരു സാധനം എന്താ? അല്ല, 500 രൂപയ്ക്ക് 4 വർഷമായിട്ട് വില കൂട്ടാത്ത ഒരേ ഒരു സാധനം മദ്യമാണ്. സാധാരണ എല്ലാ വർഷവും ഇല്ല, കൂട്ടിയിട്ടില്ല. ടാക്സ് കൂട്ടിയിട്ടില്ല, വില കൂട്ടിയിട്ടില്ല. ആകെ ഈ ഗവൺമെൻറ് പെട്രോളിന് ചെറിയൊരു സെസ്, മദ്യത്തിന് 10 രൂപ 20 രൂപ, അത് ഇതിൻ്റെ പേരിലൊന്നും വലിയ വരുമാനം വന്നിട്ടില്ല. സാധാരണഗതിയിൽ ഈ 4 വർഷത്തിനിടയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കൂട്ടേണ്ടതാണ്. കർണാടകയും തമിഴ്നാടും ഇത്ര പ്രാവശ്യം കൂട്ടി. അതിനകത്ത് ഞാനെടുത്തൊരു ക്രൈറ്റീരിയ എന്താ അറിയോ? ഇല്ല, ഞാനെടുത്തൊരു നോക്കിക്കോളൂ. ഇപ്പോൾ പെട്രോളിൻ്റെ വില തന്നെ നമ്മുടെ ക്കാളും 10 രൂപ വ്യത്യാസം ഉണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്. അതിപ്പോൾ അത് വന്നിട്ട് 2 രൂപയുടെ അങ്ങോട്ട് വ്യത്യാസത്തിലേക്ക് വന്നു. അത്രയും അവർ വർദ്ധിപ്പിച്ചു. നമ്മൾ വർദ്ധിപ്പിച്ചില്ല. പെട്രോൾ ഡീസൽ നേരത്തെ വർദ്ധിപ്പിച്ചപ്പോൾ അന്ന് വലിയ ആരോപണമായിരുന്നല്ലോ, ഇവിടെ വലിയതാണ്. കർണാടക 3 പ്രാവശ്യം പിന്നീട് വർദ്ധിപ്പിച്ചു, 3 പ്രാവശ്യം. മദ്യത്തിൻ്റെ കാര്യത്തിൽ അവർ 30-40% വർദ്ധിപ്പിച്ചു. ഇവിടുത്തെ ശക്തമായ ചർച്ച മയക്കുമരുന്ന് വ്യാപനം വരും മദ്യത്തിൻ്റെ വില കൂട്ടിയാൽ. അതുകൊണ്ട് വസതി കെട്ടിയിടപ്പെട്ട കൈയായിരുന്നു ധനകാര്യമന്ത്രി എന്ന നിലയിൽ. എനിക്ക് ആകെ വർദ്ധിപ്പിക്കാവുന്നത് മദ്യത്തിന്, പെട്രോളിന്, ഡീസലിന്. പെട്രോളും ഡീസലും വർദ്ധിപ്പിക്കാൻ പറ്റില്ല, കാരണം നല്ല വിലയുണ്ട്. പിന്നെ ഈ കൺവെർഷനുണ്ട്, പുതിയ വണ്ടികളിലേക്ക് പോകുന്നു, ഇലക്ട്രിക് വണ്ടി, അങ്ങനെയൊക്കെ. അതിന് ടാക്സ് ഇല്ല, ടാക്സ് വളരെ പരിമിതമാണ്. രണ്ടാമത്തെ കാര്യം മദ്യമാണ്. മദ്യത്തിന് സാധാരണ മുമ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. മദ്യത്തിന് 4 വർഷം, അത് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കേണ്ടതാണ്. 4 വർഷമായിട്ട് വില വർദ്ധിപ്പിക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം മദ്യമാണ്. പക്ഷെ വില കൂടിയിട്ടുണ്ട്. ഇല്ല, വിലയൊന്നും മദ്യപന്മാരോട് ചോദിച്ചു നോക്ക്. മദ്യപിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നത്. കാരണം മദ്യപന്മാർ നമ്മുടെ സമൂഹത്തിലെ അതൊരു കൾച്ചറുള്ളവരുണ്ട്. പക്ഷേ അങ്ങനെ കൂടിയിട്ടില്ല. ഇല്ല, മദ്യത്തിന് കൂടിയിട്ടേ ഇല്ല. ഇടയ്ക്ക് ബിവറേജ് കാണും ചെറിയ, പിന്നെ അവരുടെ വില ചെറിയ, അത് 10 രൂപ 5 രൂപ കുപ്പിക്ക് കൂട്ടിക്കാണും. നമുക്കൊരു അല്ല, നമുക്ക് നിങ്ങളെ ടാക്സിന് വരുമാനം നോക്കിക്കോ. ആഗ്രഹിക്കുന്ന തരത്തിലല്ല, സാധാരണ തരത്തിലേക്ക് മദ്യത്തിൻ്റെ വരുമാനം കൂടിയിട്ടില്ല കഴിഞ്ഞ 2 വർഷമായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഭരണത്തുടർച്ച ഉണ്ടാവുമോ? ഇനിയും ഭരണത്തുടർച്ച ഉണ്ടാവണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം മാത്രമല്ല, ജനങ്ങളുടെ ഇടയിലും പൊതുവിൽ ചർച്ചയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, 2 ഗവൺമെൻറ് തുടർന്നതുകൊണ്ടാണ്, 1ാം ഗവൺമെൻറ് കഴിഞ്ഞ് 2ാം ഗവൺമെൻറ് വന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കിയത്. ഇനിയൊരു തുടർച്ചയും കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും പൊതുവിൽ ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അഴിമതിയെ സംബന്ധിച്ചുള്ള പരാതികളില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ്. പൊതുവിൽ ക്രമസമാധാനവും മറ്റു കാര്യങ്ങളും വികസന കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നു എന്നതിനകത്ത് പൊതുവിൽ അംഗീകാരം ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കേരളം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളിലും മെച്ചപ്പെട്ട്, മറ്റ് സംസ്ഥാനങ്ങളെക്കാളും മെച്ചപ്പെട്ട് നിൽക്കുന്നതാണെന്നും എല്ലാവരും അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാവും, തുടർച്ചയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിനെ നയിക്കാന്ന് പാർട്ടി അദ്ദേഹമാണ്. പാർട്ടി തീരുമാനങ്ങളെ സംബന്ധിച്ചൊക്കെ പിന്നെ ഓരോ സമയത്ത് എടുക്കുന്നത്. പക്ഷേ തുടർച്ചയാകുമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ലപോലെ ഈ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം നല്ലതുപോലെ സമർത്ഥമായി ജനകീയമായി പൊതുവിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ. അദ്ദേഹത്തിനുള്ള വലിയ അംഗീകാരവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും കൂടി ആണല്ലോ ഈ ഗവൺമെൻറ്റിൻ്റെ ആകെ അംഗീകാരം. അപ്പോൾ എല്ലാ ആശംസകളും.